ഈ ഭയങ്കര ദിലീപേട്ടൻ ഫാനാണോ? ഒരിക്കലല്ല. നമ്മള് സിനിമയിൽ എത്തുന്ന വരെ നമുക്ക് മമ്മൂട്ടി ഫാൻ, മോഹൻലാൽ ഫാൻ, അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയാം. നമ്മള് ഒരു ഇൻഡസ്ട്രിയിൽ കുറച്ച് ആള് ഇത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആർട്ടിസ്റ്റ് ഫാൻ നോക്കാ ഞങ്ങളെല്ലാവരും ഞങ്ങളൊക്കെ ഒരു ജോയിന്റ് ആയത്. ഞങ്ങളൊക്കെ ഭയങ്കര കൊച്ചിൻ ഹനീഫ ഫാനായിരുന്നു. ഞാൻ പറഞ്ഞു ഇവിടെ മമ്മൂട്ടി ഇല്ല, മോഹൻലാൽ ഇല്ല, ദിലീപ് ഇല്ല, ഇവിടെ ഒരു മനുഷ്യല്ല. കൊച്ചി ഹനീഫ മറ്റേ ഇടി നടക്കുന്ന സമയത്ത് കൊച്ചി ഹനീഫ ഇങ്ങനെ മറ്റേ കവലയിൽ ഒരു തിളക്കത്തിൽ എല്ലാവരും അലമ്പായി നിൽക്കുന്ന സമയത്ത് നെടുപൊടിയുടെ വന്നിട്ട് ഭാസ്കർ മാസ്കർ ഞാനിവന്റെ ആശാനായിരുന്നു രക്ഷപ്പെട്ട്, മറിച്ച് ഞാനിവന്റെ ശിഷ്യനായിരുന്നെങ്കിൽ മണ്ടത്തര. അത് മസ്റ്റായിട്ടും നമ്മൾ മാരീഡ് ആവുകയാണെങ്കിൽ കുട്ടികളായ ആ ഒരു സാരം ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര നഷ്ടമാണ്. ഒറ്റ കാര്യത്തിലാണ് എനിക്ക് ഈ ഫെമിനിസ്റ്റ് ചിന്താഗതികൾ ഒരൊറ്റ കണ്ടതാണ്. ഇപ്പൊ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? അമ്മായിയെ കാണണം, അവന്റെ അമ്മായിയമ്മ കാണണമെന്നാണ് കുട്ടിന്റെ ആഗ്രഹം. ഞങ്ങൾ ഇടയ്ക്ക് ട്രിപ്പ് പോവും. ഞങ്ങള് എന്നെ കൂട്ടില്ല. കല്യാണം കഴിഞ്ഞതുണ്ട്, ഡിവോഴ്സ്ഡ് ഉണ്ട്, അടിയിൽ പിടിച്ചതുണ്ട്, കല്യാണം നടക്കാത്ത എറന്നുണ്ട്. ഞാൻ എനിക്ക് വേണ്ടി 4 ലിപ്പിലൊക്കെ സീൻ മാറ്റി ചേച്ചി വിടുവോ ലിപ്ലോക്ക് അഭിനയിക്കാൻ? പൈസ കിട്ടില്ല. ഇപ്പൊ ലേഡി ആർട്ടിസ്റ്റുകളെ നോക്കുന്നുണ്ടായിരുന്നോ ആ സമയത്ത്? ഇല്ല, പൈസ കൊടുക്കണ്ടേ അവർക്ക് വന്നാല്. ഞാൻ ഇതിന്റെ കൂടി പൈസ പിന്നെയും കൊടുക്കാം. ചീത്തപ്പേര് കയറി പിന്നെ അത് ഇറക്കി വിടാൻ പറ്റില്ല. പിന്നെ അനിയെന്ന് പറഞ്ഞാൽ ഞാൻ അവന് 1 വയസ്സ് വ്യത്യാസമുള്ളൂ. 2 പേർക്കും ഒരേ തരം അശ്ലീലങ്ങളൊക്കെ കയ്യിലുണ്ട്. അച്ഛനും അമ്മയും ഭയങ്കര സൈക്കിൾ തോന്നിക്കുന്നു 2 മക്കളെ. മൈൻഡ് ഇല്ല. അവരുടെ കാര്യത്തിൽ തിരക്കിലായിരിക്കും. അച്ഛൻ അവിടെ 2 അടിച്ച് റെസ്റ്റ് എടുക്കുന്നുണ്ടോ, അമ്മ വീട് പണിയിൽ തിരക്കിലായിരിക്കും. ഈ ഭയങ്കര ദിലീപേട്ടൻ ഫാനാണോ? അതെ, ഒരിക്കലല്ല. ഞാൻ ശരിക്കൊരു ഡൈഹാർഡ് ഫാൻ. അങ്ങനെ ഒരു ആർട്ടിസ്റ്റിനെ പേഴ്സണലി പറയുകയാണെങ്കിൽ അങ്ങനെ കാര്യമായിട്ട് പറഞ്ഞു. ഞാൻ ഇപ്പോൾ നമ്മള് സിനിമയിൽ എത്തുന്ന വരെ നമുക്ക് മമ്മൂട്ടി ഫാൻ, മോഹൻലാൽ ഫാൻ, അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയാം. നമ്മൾ ഒരു ഇൻഡസ്ട്രിയിൽ കുറച്ച് ആള് അത് കഴിഞ്ഞപ്പോൾ ശരിക്കും നമ്മൾ ഈ ആർട്ടിസ്റ്റ് ഫാൻ എന്നുള്ളത് മാറിയിട്ട് നമ്മൾ ഇതിന്റെ ക്രിയേറ്റർ ഫാനായി മാറും. ഇപ്പൊ ഇഷ്ടമുള്ള ക്രിയേറ്റർ ആരാ? ഏറ്റവും ഇഷ്ടമുള്ള ക്രിയേറ്റർ ഇപ്പൊ എനിക്ക് അതായത് ജോർജ് എന്ന് പറഞ്ഞൊരു ഡയറക്ടർ ഉണ്ട്. പുള്ളി ഈ ആസാദി മൂവിന്റെ ഡയറക്ടർ. അവൻ ഫസ്റ്റ് പടമായിട്ട് അവന് കുറച്ച് ലിമിറ്റേഷനിലാണ് ആ പടം വന്നത്. പക്ഷെ അവന്റെ അടുത്ത പടം ഭീകര പടം വരാൻ പോണത്. അതിലുണ്ടാവോ? അപ്പൊ അത് എറന്നുണ്ട്. ഞാൻ എനിക്ക് വേണ്ടി 4 ലിപ്പിലൊക്കെ സീൻ മാറ്റി. ചേച്ചി വിടുവോ ലിപ്ലോക്ക് അഭിനയിക്കാൻ? പൈസ കിട്ടില്ല. എനിക്ക് പൈസ കിട്ടിയാ മതി, എനിക്ക് ലിപ്സ്റ്റിക് വാങ്ങിയാ മതി, ലിപ്ലോക്ക് എന്താണെന്ന് വെച്ചാ ചെയ്തോളൂ. ഞങ്ങൾ ആർട്ടിസ്റ്റ് ഫാൻ നോക്കാ ഞങ്ങളെല്ലാവരും ഞങ്ങളൊക്കെ ഒരു ജോയിന്റ് ആയത്. ഞങ്ങളൊക്കെ ഭയങ്കര കൊച്ചിൻ ഹനീഫ ഫാനായിരുന്നു. ഇവിടെ പെരിങ്ങണ്ടൂർ സിറ്റിയുടെ ഇതാണെങ്കിലും ഒക്കെ ആണെങ്കിലും ഞാൻ രാഹുൽ ഞങ്ങൾ 3 പേരും കൂടി ഈ പരിപാടി തുടങ്ങിയതിന്റെ പിന്നിൽ റീസൺ ഞങ്ങള് സംസാരിക്കുന്ന വിഷയങ്ങള് കൊച്ചിൻ ഹനീഫ പടങ്ങളുടെ സീനുകള് ഞങ്ങള് ഇങ്ങനെ ഇൻസ്പിറേഷൻ ആയിട്ട് അഭിനയിക്കാൻ നോക്കുന്നത്, അല്ലെങ്കിൽ സീൻ ഇംപ്രവൈസേഷൻ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. ഇപ്പൊ കൊച്ചി ഹനീഫയുടെ സീനുകൾ അഭിനയിക്കുകയാണെങ്കിൽ ഡയലോഗുകൾ ആളെക്കാൾ കൂടുതൽ നമ്മൾ ഇയാളെ ശ്രദ്ധിക്കും. ഇയാളെങ്ങനെയാണ്, ഇയാളുടെ നേച്ചർ അങ്ങനെയാണ്. നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കൊച്ചിൻ ഹനീഫയുടെ സീൻ ഏതാന്ന് ചോദിച്ചാൽ ഏതാ പറയാ? പെട്ടെന്ന് എടുത്ത് പറയാൻ വേണ്ടി പറയാൻ പറ്റില്ല. എന്നാൽ ഏതെങ്കിലും ഒരു സുന്ദര പുരുഷനില് മറ്റേ സ്കൂളിൽ ചെല്ലുന്ന സമയത്ത് മറ്റേ ഇവര് വർത്താനം പറയുമ്പോ മറ്റേ വരാന്തയിൽ പിന്നെ തൂണിന്റെ അവിടെ ഇവിടെ ഡയലോഗ് തൂണിന്റെ അവിടെ ഇങ്ങനെ കൈ വയ്ക്കുമ്പോ ഇങ്ങനെ തിരിച്ചു വരും. തൂണില്ല. അതുപോലെ ക്ലാസ്സിൽ എനിക്കുന്നത്. പിന്നെ പെട്ടെന്ന് പറയുന്ന സമയം വെച്ചാൽ മറ്റേ ഇടി നടക്കുന്ന സമയത്ത് കൊച്ചി ഹനീഫ ഇങ്ങനെ മറ്റേ കവലയിൽ ഒരു തിളക്കത്തിൽ എല്ലാവരും അലമ്പായി നിൽക്കുന്ന സമയത്ത് നെടുപൊടിയുടെ വന്നിട്ട് ഭാസ്കർ മാസ്കർ എന്നുണ്ടാക്കുന്നത്. അതുപോലെ സ്റ്റേഷനിലേക്ക് കയറി വന്നിട്ട് എല്ലാവരും സൈഡിൽ കയറിയപ്പോ ആള് മാത്രം ഇറങ്ങിയിട്ട് ഗാന്ധിജിക്ക് ഒരു സല്യൂട്ട് കൊടുക്കും. അതൊന്നും അതിനെ പറയണെന്ന് അറിയോ? അത് അവിടെ ഡയലോഗ് ഉള്ളവരുണ്ട്. പക്ഷെ ഇയാളൊരു ആദ്യമായിട്ടായിട്ട് ഒരു ഇന്റർവ്യൂല് ഇങ്ങനെ കൊച്ചിൻ ഹനീഫിനെ കുറിച്ച് ഇത്രത്തോളം ഒരാള് ഞങ്ങളുടെ 3 പേര് കൂടുമ്പോ ഇവിടെ ഞാൻ പറഞ്ഞു ഇവിടെ മമ്മൂട്ടി ഇല്ല, മോഹൻലാൽ ഇല്ല, ദിലീപ് ഇല്ല, ഇവിടെ ഒരു മനുഷ്യല്ല. കൊച്ചി ഹനീഫ കൊച്ചി ഹനീഫയുടെ ഡൈഹാർഡ് ഫാൻസ്. അതായത് സത്യം ഒരിക്കലും മലയാളത്തിൽ എല്ലാരും പറയും റീപ്ലേസ്മെന്റ് ഇല്ലാത്ത നാട് ഇവരാണ്.
ഇയാൾക്കാണ് സത്യത്തിൽ റീപ്ലേസ്മെന്റ് കിട്ടാത്തത്. എനിക്ക് എല്ലാ സീനിലെ ഡയലോഗ് വരെ നീന്താ അറിയാത്ത എന്തെങ്കിലും ഒരു ആക്ഷൻ കാണിക്കാൻ പറ്റുമോ? എനിക്ക് അല്ല നമുക്ക് അയാളെ നമുക്ക് അനുകരിക്കാൻ പറ്റില്ല. സീരിയസ് ആയിട്ട് പറഞ്ഞത് ഇയാള് ഭയങ്കര എന്താ വെച്ചാൽ ഭയങ്കര ടാലന്റ്. ചേച്ചിയും ചേച്ചിക്ക് ഇഷ്ടമാണ്. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഈ വക കാര്യത്തില്. ഇവര് ഈ പെരിങ്ങോട്ടുസിറ്റിൽ ഞാൻ നുഴഞ്ഞു കയറിയതാണ് ലേഡി ആർട്ടിസ്റ്റ് ഇല്ലാത്തോണ്ട്. പക്ഷെ ഇപ്പൊ മെയിൻ ഞാൻ കേറിയതാണ്. പക്ഷെ മെയിൻ ഇപ്പൊ താര ചേച്ചിയല്ലേ. ചോദിച്ചൊന്നുമില്ല. അപ്പൊ ലേഡി ആർട്ടിസ്റ്റുകളെ നോക്കുന്നുണ്ടായിരുന്നോ ആ സമയത്ത്? ഇല്ല, പൈസ കൊടുക്കണ്ടേ അവർക്ക് വന്നാല്. ഞാൻ അതിന്റെ കൂടെ പൈസ പിന്നെയും കൊടുക്കാം. ചീത്തപ്പേര് കയറി പിന്നെ അത് ഇറക്കി വിടാൻ പറ്റില്ല. അറിയാമോ സമാധാനായിട്ട് നമ്മളിങ്ങനെ ജീവിച്ചു പോവല്ലേ. ഒന്നാമത് നമുക്ക് ഒരു ചാർട്ടഡ് ടൈമിലൊന്നല്ല ഷൂട്ട്, നമുക്ക് തോന്നുമ്പോൾ ഷൂട്ട് ചെയ്യുന്നു. ഇപ്പൊ ഇവളുള്ള സമയത്ത് മിക്കുമ്പോൾ പറ്റുന്ന വൈകുന്നേരം അവളോട് ഷൂട്ട് ചെയ്യണ പരിപാടി എടുക്കും. പിന്നെ ഞങ്ങൾ പെട്ട് കിടക്കുന്നത് അനിയനായിരുന്നു ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവന്നിരുന്നത്. അവൻ സൗദിയിൽ പോയി. ഞാൻ മാത്രല്ല ഗവൺമെന്റ് ജോലി കളഞ്ഞത്, അവനും കളഞ്ഞു. അവൻ LD ക്ലർക്കായിരുന്നു. അപ്പൊ അവനും കളഞ്ഞു പോയി. അപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ വീണ്ടും ഇപ്പൊ അതൊന്ന് കോർഡിനേറ്റ് ആയി വരാൻ കുറച്ച് ടൈം. അപ്പൊ അതാണ് ഞങ്ങൾക്ക് പ്രൊമോഷൻ പരിപാടികളൊക്കെ ഞങ്ങൾ ഒഴിവാക്കണത്. ഒക്കെ അവൻ മാനേജ് ചെയ്ത് നടന്നിരുന്നു. എന്നാൽ ഈ അമ്മൂമ്മേനെ കഞ്ചാവ് ചായ കുടിപ്പിച്ചു നോക്കിയുള്ള പാവം അച്ഛനും അമ്മയൊന്നും ഒന്നും പറഞ്ഞില്ല. കഷ്ടപ്പെട്ട കഷ്ടപ്പെടലുണ്ട്. അമ്മൂമ്മേനെ പാവം അമ്മൂമ്മ ഡാൻസ് കളിക്കുന്നു. ശരിക്കും ആ ഒരു വീഡിയോ കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്ലാൻ വന്നത് ഇങ്ങനെ ആക്കാം. അത് ഞാൻ എനിക്ക് പറഞ്ഞ പോലെ നമ്മുടെ ആ ടീമിലുള്ളവർക്ക് ഒരു കോർഡിനേഷൻ, ഒരു ചെറിയൊരു സിറ്റുവേഷൻ കൊടുത്താൽ അവരത് സെറ്റാക്കി എല്ലാവരും കൂടി അങ്ങനെ ഇങ്ങനെ പറഞ്ഞ്. പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് ട്രിപ്പ് പോവും. ഞങ്ങള് ഇതില്ല എന്നെ കൂട്ടില്ല. ബാച്ചിലേഴ്സ് അല്ല, ഇങ്ങനെ മാത്രം കല്യാണം കഴിഞ്ഞതുണ്ട്, ഡിവോഴ്സ്ഡ് ഉണ്ട്, കട്ടിലിന്റെ അടിയിൽ നിന്ന് പിടിച്ചതുണ്ട്, കല്യാണം നടക്കാത്ത. അപ്പൊ ഞങ്ങളിങ്ങനെ കുമ്പളങ്ങി കഴിഞ്ഞോണ്ട് കുമ്പളങ്ങിക്ക് പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പോകുമ്പോ ഇവിടെ നമ്മള് ഞാൻ ചിലര് പറഞ്ഞിട്ടുണ്ടോ അറിയില്ല, നമ്മള് ട്രാവൽ ചെയ്യുന്നത് എത്തണ ഡെസ്റ്റിനേഷൻ അല്ല നമ്മുടെ ഇമ്പോർട്ടന്റ്, പോകുന്ന യാത്രയല്ല ഇമ്പോർട്ടന്റ്, ആരുടെ ഒപ്പമുള്ളതാണ് ഇമ്പോർട്ടന്റ്. അപ്പൊ ഇവിടെ നിന്ന് അവിടെ എത്തുമ്പോഴേക്കും ഒരു 10 കഥ കിട്ടും, അവിടെ നിങ്ങളുടെ എത്തുമ്പോഴേക്കും ഒരു 10 കഥ കിട്ടും. അതില് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജയിലിൽ പോവാത്തത് 2 കഥ ഉണ്ടാവുള്ളൂ. അത് വീഡിയോ വെക്കും. എല്ലാരും ഒരേ വൈബിളുള്ള ഫ്രണ്ട്സ് അല്ല, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. 3ാം ക്ലാസ് തൊട്ട് ഞങ്ങൾ ഒരുമിച്ച് പഠിക്കുന്നവരാ. അപ്പൊ അപ്പുറം വീട്, പിന്നെ അങ്ങനെ ഇവിടെ പോവും. പിന്നെ അനിയൻ എന്ന് പറഞ്ഞാൽ ഞാൻ അവന് 1 വയസ്സ് വ്യത്യാസമുള്ളൂ. അപ്പൊ രണ്ടുപേർക്കും ഒരേ തരം അശ്ലീലങ്ങളൊക്കെ കയ്യിലുണ്ട്. ഒരേ സ്വഭാവം, ഒരേ അശ്ലീലതകൾ. എന്റെ ഭാര്യ ഞങ്ങളിരുന്ന് ഇങ്ങനെ അൺഫിൽറ്റേർഡ് ആയിട്ട് തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക ഫുൾ ടൈം. കഴിഞ്ഞ ഇന്റർവ്യൂണ്ടായിരുന്നു. അച്ഛനും അമ്മയും ഭയങ്കര സഹിക്കുന്നു നിങ്ങൾ 2 മക്കളെ. മൈൻഡ് ഇല്ല, അവരുടെ കാര്യത്തിൽ തിരക്കിലായിരിക്കും. അച്ഛൻ അവിടെ 2 അടിച്ച് റെസ്റ്റ് എടുക്കണ്ടാവും, അമ്മ വീട് പണിയിൽ തിരക്കിലായിരിക്കും. ഇപ്പൊ അവളുകൊണ്ട് ഇപ്പൊ അവിടെ എൻഗേജഡ് ആയിരിക്കണവര്. ഒന്നും പറയാറില്ല അച്ഛനൊന്നും. വീട്ടുകാര് ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് 3ാം കൊല്ലം ഇപ്പൊ ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞു, അവനോ നോക്കണില്ല, നിനക്കങ്ങ് ഒരു കൊച്ചൊക്കെ ആയിക്കോടെ ഇപ്പൊ പെട്ടു. ഇപ്പൊ ഫുൾ ടൈം ഒന്ന് പറഞ്ഞത് വീട്ടുകാര് പറഞ്ഞിട്ടുണ്ട് എന്റെ മോനോ ഇങ്ങനെ കെട്ടിക്കൊണ്ടു ഒരേ വൈബുള്ളത് വരെന്തെങ്കിലും നല്ലതായിരിക്കും. എന്റെ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കുറെ പെണ്ണ് കാണാൻ പോണം, ചായ കുടിക്കണം, ചായ കുടിച്ച് ഷുഗറും കൂട്ടണം, മിച്ചറും കൊളസ്ട്രോളും കൂട്ടണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അത് നടന്നില്ല. അതിന്റെ വിഷമം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇങ്ങനെ തേട്ടി വരും. ആരില്ലാട്ടാ, അവന്റെ ആളെ സെറ്റ് ചെയ്തു. ചേട്ടന്റെ ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ പെണ്ണ് കാണാൻ പോണെന്നൊക്കെ ഒരുപാട്. ഇങ്ങനെ വേറെ കൊറേ പെണ്ണ് കാണാൻ അങ്ങനെ പോയി കഴിഞ്ഞാൽ അവര് തപ്പ ഒരാളെ ഇങ്ങോട്ട് വിടും. മറ്റവര് പറഞ്ഞ നരപൂജിക്ക് ആരെങ്കിലും ഭക്ഷണം കൊടുക്കും. അറേഞ്ച്ഡ് മാരേജ് നടക്കില്ല എന്ന് എനിക്ക് 100% ഉറപ്പായിരുന്നു. അറേഞ്ച് മാരേജിനോട് അപ്പൊ ഒരു എന്തും ഉണ്ടായിരുന്നോ? ലവ് മാരേജ് തന്നെ വേണം. എനിക്ക് ആ കോൺസെപ്റ്റ് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു സുപ്രഭാതത്തില് ഒരാളെ, അത് നമ്മളായിട്ട് സത്യം പറയാലോ, ഞാൻ എന്നെ പേഴ്സണലി ഭയങ്കര സംഭവമായിട്ട് പറയുന്നതല്ല, ഞാനായിട്ട് പൊരുത്തപ്പെട്ടു പോവാൻ എളുപ്പമുള്ള കേസല്ല. ഒരു അവാർഡ് കൊടുക്കേണ്ടി വരുമോ? അത് പല കാര്യത്തിലാണ്. എനിക്ക് എന്റേതായ ഒരു സ്പേസ് ഉണ്ട് എനിക്ക്. അതിപ്പോ ഞാൻ കമ്മിറ്റഡ് ആണെങ്കിലും മാരീഡ് ആണെങ്കിലും എന്തായാലും എനിക്ക് ആ സ്പേസിലൊന്നും ഒരാള് ഇന്ററപ്റ്റ് ചെയ്യുമ്പോഴൊന്നും എനിക്ക് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു സംഭവമൊക്കെ എനിക്ക് ഇപ്പോഴും മാറി തുടങ്ങിയത്.
ഞാൻ ചില സമയത്ത് ഇപ്പൊ ഈ ഫുഡ് ഷെയർ ചെയ്യാത്ത പരിപാടി അങ്ങനെയൊക്കെ ഉണ്ടാവും. അങ്ങനെയല്ല, എനിക്ക് എന്റെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന കുറെ ടൈം ഈ പറഞ്ഞ ഈ കണ്ടന്റ് ക്രിയേഷന്റെ പരിപാടി ആണെങ്കിലും ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ പോകുന്ന സമയത്ത് ഞാൻ വിളിച്ച കോളൊന്നും എടുക്കില്ല. അത് കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് ബാക്കി എന്തോളൂ. അപ്പൊ അങ്ങനെയൊക്കെ കുറെ എന്റേതായ ടൈമുകളിൽ ഞാൻ ഒരാളെയും പരിഗണിച്ചിരുന്നില്ല. പക്ഷെ പിന്നെ അത് കുറെ കഴിഞ്ഞ് ഇപ്പൊ ഞാൻ ഇപ്പോഴും നോക്കും ഇവര് ഞാൻ വിളിച്ചു ഇനി എന്റെ വല്ല കാര്യമാണ്. ഞാൻ ഇന്ന് കാലത്ത് ഇങ്ങനെ ബാറ്റ് ഇങ്ങനെ റിപ്പയർ ചെയ്തോണ്ടിരിക്കുക ഇവിടെ അല്ല തൃശ്ശൂർ ഷോപ്പിൽ. അപ്പൊ വേറെ ആരും വിളിച്ചാൽ ഞാൻ എടുക്കില്ല. ഇവൻ വിളിച്ചപ്പോ അവനിങ്ങനെ വാക്സിനേഷൻ അടിച്ചെന്റെ പരിണി പറഞ്ഞപ്പോ ഞാൻ അവിടെ ഇട്ട് പോകുന്നു. വേറെ സമയത്തൊക്കെ റെസ്പോൺസിബിലിറ്റി അല്ലേ? ഞാൻ തിരിഞ്ഞു നോക്കിട്ട് അങ്ങോട്ട് ഞാൻ ആലോചിക്കാറുണ്ട് ഇവളിപ്പോ ഇവിടെ ഇരുന്ന സമയത്ത് കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ എന്റെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് വെള്ളം എടുക്കാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ കുടുംബം കളിക്കും. പക്ഷെ ഇപ്പൊ എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പാവണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെയല്ലേ ചേച്ചി ഒരു അലമ്പായിട്ടൊരു പയ്യനെ ഇങ്ങനെ ഒരു റീൽ ഉണ്ടായില്ലേ, വൈരാഗിയായ ഒരാളെ ശരിക്കും ഇവൻ വന്ന് പിന്നെ ഒരു ഭയങ്കര ഡ്രാസ്റ്റിക് ചേഞ്ച് ആയിരുന്നു കുട്ടന്. എനിക്കും മനസ്സിലായി. എനിക്കെന്നല്ല അത് ഞാൻ ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ടല്ലേ ഫാദർഹുഡ്. പിന്നെ സംഭവം നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ലോ. ഉറക്കല്ല, ടൈമിൽ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ഓർക്കപ്പുറത്തും ചിലപ്പോ ഒരു കടി കുറെ ശരിക്കും നമുക്ക് ഹട്ടാക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് ടൈമിൽ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. ഇപ്പൊ ഓൾറെഡി പിള്ളേരായ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥയില്ല, കാരണം അവർക്കൊക്കെ ഇത് എക്സ്പീരിയൻസ് ചെയ്താണ്. വെള്ള ചേച്ചിക്ക് ടിൻസാ ചട്ടം പോലെ തിരിയാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെയാണ് അവസ്ഥ. പക്ഷെ ഇത് ഇങ്ങനെ ഇത് ആയി വരുമ്പോ നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് സന്തോഷങ്ങൾ മാത്രമല്ല കുറച്ച് ബുദ്ധിമുട്ട് കൂടി വേണമല്ലോ. പക്ഷെ ഇത് രസാണ്. ഇത് ഞാൻ സത്യം ഞാൻ എന്റെ ലൈഫിൽ കൊച്ചുണ്ടാവില്ല അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചിരുന്നതാണ്. പക്ഷെ വൻ മണ്ടത്തരം അത്. ശരിക്ക് മസ്റ്റായിട്ടും നമ്മള് മാരീഡ് ആവുകയാണ് അല്ലെങ്കിൽ കുട്ടികളായ ആ ഒരു സാരം ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര നഷ്ടമാണ്. ഒറ്റ കാര്യമാണ് എനിക്ക് ഈ ഫെമിനിസ്റ്റ് ചിന്താഗതിയുള്ള ഒരൊറ്റ കണ്ടതാണ്. കാരണം അവരത് ശരിക്കും ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്യണം. പിന്നെ എന്റെ പൊന്നെ നീ അത് പറയുന്നത് കൊറേ എണ്ണം എന്റെ അടുത്ത് പറയും കല്യാണം കഴിക്കരുത് കുട്ടിയായിരുന്നു എന്റെ എനിക്ക് അറിയുന്ന 2-3 പേരുണ്ട്. നമ്മള് പെണ്ണുങ്ങളായിട്ട് തല്ലൂടാൻ നിൽക്കരുത്, ആണുങ്ങളായിട്ട് തല്ലൂടുന്ന കാലഘട്ടം കഴിയുകയും ചെയ്തു. അങ്ങനെ എന്തായി കഴിഞ്ഞില്ലേ? ഇപ്പൊ എല്ലാരും പറയും ഈ ഭയങ്കര ഏജ് ഡിഫറൻസിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. നിങ്ങളുടെ രണ്ടുപേരും തമ്മിൽ നല്ല ഏജ് ഡിഫറൻസ് ഉണ്ട്, അതെങ്ങനെ ഒത്തുപോകുന്നത് എങ്ങനെയാ? ഇപ്പൊ നമ്മൾ സിനിമയിൽ നോക്കുമ്പോൾ പറയും നെസ്രിയും ഫഹദും തമ്മിൽ ഇത്രയും വയസ്സ് ഡിഫറൻസ് ഉണ്ട് എന്നൊക്കെ പറയും. പക്ഷെ ഇപ്പോ നമ്മുടെ നാട്ടിലായി കഴിഞ്ഞാലും അവന് ഒരു 2 വയസ്സ് അല്ലെങ്കിൽ 3 വയസ്സ് അത്ര മാത്രമല്ലേ നമ്മൾ നോക്കുള്ളൂ. നിങ്ങൾ തമ്മിൽ നല്ല ഏജ് ഡിഫറൻസ് ഉണ്ട്, അതെങ്ങനെ മാനേജ് ചെയ്ത് പോകുന്നു? അങ്ങനെ യൂസ്ഡ് ആയി. ഇപ്പൊ ഞാൻ ചില കാര്യങ്ങൾ ഞാൻ കാണുന്ന പെർസ്പെക്റ്റീവ് ആവില്ല കുട്ടു കാണുന്നത്. പിന്നെ ഞാനും അങ്ങനെ കണ്ടു തുടങ്ങി. അങ്ങനെയാണല്ലേ ബുദ്ധി വേണമെന്ന്. ഇവള് കാണുന്ന തെറ്റായ രീതിയിൽ ശരിയായ രീതിയിലാവുമ്പോ ചില കാര്യങ്ങളൊക്കെ എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. എന്റെ ആ ഒരു എന്താ പറയാ, ഞാൻ സീരിയസ് ആയി എടുക്കാത്ത പല കാര്യങ്ങളും കുട്ടി സീരിയസ് ആയിട്ട് എടുക്കുമ്പോഴാണ് ഓക്കെ. ഒരു 5 പോസിറ്റീവ് കാര്യം പറയാൻ പറഞ്ഞ എന്തായിരിക്കും? എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പാക്കേജ് ആണ്. പിന്നെ എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പാക്കേജ് ആണ്. എനിക്ക് മദ്യപാനായിരുന്നു എന്റെ പ്രശ്നം, അതിപ്പോ ഇല്ലാത്ത ഭയങ്കര പ്രശ്നമായിരുന്നോട്ടെ എനിക്ക്. ഞാൻ എപ്പോഴും ഞാൻ പറഞ്ഞ കേസാണ്, നിങ്ങളെ അടി തുടങ്ങാനും അടിക്കമ്പനിക്കും അടി കൂട്ടാനും ഒരുപാട് പേരെ കിട്ടും. ഇത് കുറയ്ക്കാൻ അല്ലെങ്കിൽ നിർത്താൻ നമുക്കൊരു ഭയങ്കര സ്ട്രോങ് റീസൺ വേണം. എനിക്ക് ഫാറ്റി ലിവർ ഗ്രേഡ് 2 വന്നു, ഞാൻ അടി നിർത്തിയില്ല. എനിക്ക് ഇങ്ങനെ എക്സാമിന്റെ പ്രശ്നം ഒന്നും അടി നിർത്തിയില്ല. എന്റെ ലൈഫില് എനിക്ക് നോമ്പെടുത്തു, അടി നിർത്താൻ പറ്റാത്ത നോമ്പ് ബ്രേക്ക് ആയി. ചില ആൾക്കാർ അങ്ങനെയല്ലേ, അടി നിർത്താൻ തോന്നുമ്പോ കുറച്ചാലും ബ്രേക്ക് എടുക്കാൻ മാലക്കിട്ട് നോമ്പെടുത്തു, നടക്കണില്ല, വീണ്ടും അടി. പിന്നെ അത് കഴിഞ്ഞ് മൂവി വന്നു, ഇങ്ങനെ വെയിറ്റ് ലോസ് ചെയ്യണമെന്ന് പറഞ്ഞു, നടക്കണില്ല. പക്ഷെ കൊച്ചായപ്പോണ്ടല്ലോ വന്നൊരു ബ്രേക്ക് ഉണ്ട്. ആ ഒരു ഇതിനോടുള്ള ഒരു ക്രേവിങ്സ് തന്നെ പോയി. അതാണ് ഒരു ഈ സംഭവമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ എനിക്കിപ്പോ ഇവള് വന്നതിൽ എന്റെ ലൈഫിൽ ഉണ്ടായ ഒരു കാര്യം എന്താ വെച്ചാൽ, യോഗ ഉണ്ടെങ്കിൽ ഒരു 5 കൊല്ലം കൂടി കൂടുതൽ ജീവിക്കാൻ പറ്റുന്നു മുമ്പ് വെച്ച ടൈം ലൈനേക്കാളും. അല്ലെങ്കിൽ അത് അന്നേക്ക് അന്ന് പോയിട്ടുണ്ടാവും. നമ്മള് സന്തോഷം വരുമ്പോഴാണല്ലോ അല്ലെ നമ്മൾ കുറച്ചുകൂടി ജീവിക്കണം തോന്നുക, നമുക്ക് ആഗ്രഹങ്ങൾ കൂടുക അല്ലെ. ഇപ്പൊ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? അമ്മായിമ്മ കാണണം, അവന്റെ അമ്മായിമ്മ കാണണം കുട്ടന്റെ ആഗ്രഹം. പണ്ട് വായ നോക്കി ആരെങ്കിലും ആയിരിക്കും അമ്മായി അമ്മയായിട്ട് വരുന്നത്, ആലോചിച്ചിട്ടുണ്ടോ?
അല്ല ഇനി പച്ചവെള്ളം വേറെ കുറെ സംഭവങ്ങളുണ്ട് ചേച്ചി. PTA മീറ്റിംഗ്സിന് പോകുമ്പോ ഒരുപാട് ആളുകളെ കാണാം, ടീച്ചേഴ്സിനെ കാണാം. കണ്ടന്റ് ആക്കിയായിരുന്നു. ഇവനെ ഹോംവർക്ക് ചെയ്യാൻ വിട്ടിട്ട് ടീച്ചർ വിളിപ്പിക്കുമ്പോ സ്കൂളിൽ വെറുതെ അല്ല ഇപ്പൊ ലീവ് എടുത്തല്ലേ. സ്കൂളിൽ പോകുമ്പോഴേക്കും ജിമ്മിലൊക്കെ പോയിട്ട് അംഗനവാടി തൊട്ട് സ്കൂള് ആവോ കേവിയിലൊന്നും കൊണ്ട് ചേർക്കരുത് അവനെ, കടക്കാൻ പറ്റില്ല. എല്ലാ രസാണ്, എല്ലാം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. അവന് ആഗ്രഹം ഉണ്ടാവില്ലേ ഒരു ബ്രോഡാഡി ആവുമായിരിക്കും അല്ലേ? എന്ത് ബ്രോഡാടി, ദൈവത്തിന് വേണ്ടതാണ്. അറിയാം കുറച്ച് കഴിയുമ്പോ എന്താവുന്ന്. പിന്നെ ഇപ്പൊ നമുക്ക് നമ്മുടെ പാരന്റ്സിന്റെ എന്താ അവരുടെ ചിന്താഗതി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഇനിയിപ്പൊ നമ്മുടെ ചിന്താഗതി അവനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് അറിയില്ലല്ലോ. നമ്മള് കൊറേ കാലം ഇന്റർവ്യൂ എടുക്കണം ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നു. ഒന്നുമില്ല, വെറുതെ കുറച്ച് സമയം ഇങ്ങനെ സംസാരിക്കണം, നല്ല കുറച്ച് കോമഡികൾ കേൾക്കണം എന്ന് നേരിട്ട് കേൾക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. നിങ്ങൾ തൃശ്ശൂർക്കാരെ മൊത്തത്തിൽ ഇങ്ങനെയാണോ? എനിക്കറിയില്ല, എല്ലായിടത്തും നല്ലതും പൊട്ടയും ഉണ്ടാവുന്നറിയില്ലേ. ഒരു ചാക്ക് അരി എടുത്തു കഴിഞ്ഞാൽ കുറച്ച് കറുത്തുണ്ടാവും, കുറച്ച് പേട്ടുണ്ടാവുന്നതുപോലെ ഉണ്ടാവും. ഈ നാട് മൊത്തം ഇങ്ങനെ തന്നെയാണ്. നമ്മള് ഈ ശരിക്കും പക്ഷെ വേറെ സംഭവമുണ്ട്, ഈ തൃശ്ശൂർ ഭാഷ നമ്മളാൾക്കാർ പറഞ്ഞാലും ഇത് നിങ്ങൾ പുറത്തുനിന്ന് വരുന്നോണ്ടാണ് ഇത് ശരിക്കും തൃശ്ശൂർ ഭാഷ. ശരിക്കുള്ള പക്ഷെ നിങ്ങൾ അത്ര തൃശ്ശൂർ സ്ലാങ് തോന്നുന്നില്ല. നിങ്ങളപ്പ തൃശ്ശൂർ മറ്റേ പട്ടാളം മാർക്കറ്റിലൊക്കെ പോണം, ശരിക്കുള്ള തൃശ്ശൂർ ഭാഷ. പിന്നെ കുറെ സ്പീഡ് കൂടുന്നുണ്ട്, ആൾക്കാർ നമ്മുടെ സംസാരം ഒന്ന് ഫോക്കസ്ഡ് ആവും. ചേട്ടൻ അപ്പൊ തൃശ്ശൂർ സ്ലാങ് പിടിച്ച് സംസാരിക്കാറുണ്ടോ? അല്ല എനിക്കറിയില്ല, ഞാൻ ഇത് തന്നെയാണ് വർത്താനം. ഇതില് ഭാഷ ഒന്നും ഇല്ലെങ്കിൽ ഇല്ല. എന്നാലും എനിക്ക് ഉണ്ട് എന്ന് പറഞ്ഞ കാരണം എന്താ വെച്ചാൽ, ഞാൻ ഒരു പടത്തിന്റെ ഒരു പരിപാടിക്ക് ഓഡീഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ പോയപ്പോ അവർ ആദ്യം പറഞ്ഞത് ഇങ്ങനെ തൃശ്ശൂർ ഭാഷയിലല്ലാതെ ഡയലോഗ് സംസാരിക്കുന്നത്. എനിക്കറിയില്ല, ഇതിങ്ങനെ അറിയുള്ളൂ. അവരെനിക്കൊരു ഇങ്ങനെ എഴുതി തന്നു. പക്ഷെ ഈ എഴുതി തന്നാലും ആ വാക്ക് നമ്മൾ വായിക്കുമ്പോ നമ്മള് ചില സ്ട്രെസ് കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, അത് ഈ ഭാഷ പോലെയാവും. ഇപ്പൊ എങ്ങടാണ്, നമ്മള് എങ്ങടാണ്. ഒരു 2 മിനിറ്റില് തൃശ്ശൂർ സ്ലാങ് പിടിച്ച് സംസാരിക്കാൻ പറഞ്ഞ അല്ല ഇതില് ഭയങ്കര ആർട്ടിഫിഷ്യലായി പോകും ശരിക്കും പറഞ്ഞ. ഇപ്പൊ നമ്മള് ജയരാജ് വാര്യർ പറഞ്ഞ പോലെ എന്തുട്ര തേങ്ങാണ്ട അല്ലെങ്കിൽ ഇന്നസെന്റ്, ഇത് മാറി 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 മാറി. എന്നാലും ഞാൻ പറഞ്ഞ ഒരു ശരിക്കൊരു ഇവിടെ ഒരു 60+ ആൾക്കാരുടെ അടുത്ത് പോയാലാണ് നമ്മൾ പിന്നെ ഇപ്പൊ നമ്മള് പറഞ്ഞ ഈ പറഞ്ഞ ഒരു വാക്കിന് കുറെ പര്യായം ഉണ്ടല്ലോ. ഇപ്പൊ മരിച്ചു എന്ന് പറഞ്ഞാൽ ചത്തു, വടിയായി, പൂതിയായി, ചെമരുമ കയറി കളൊഴിഞ്ഞു വരിന്ന് പോയി, ചെമരുമ കയറി കളൊഴിഞ്ഞു വരിന്ന് പോയി എന്നൊക്കെ പറയില്ലേ. ഇത് ചില സ്ഥലത്ത് ഓരോ വാക്കുകൾ ഉപയോഗിച്ച് അത് അങ്ങനത്തെ കുറെ ഈ നോർമൽ ഉപയോഗിക്കുന്ന വാക്കുകൾ ഉപയോഗിക്കാണ്ട് തൃശ്ശൂർ മാത്രം ഉപയോഗിക്കുന്ന വാക്കുകൾ ഉപയോഗിക്കുമ്പോഴാണ് ഇത് ആ ഒരു ഫ്ലോ അങ്ങോട്ട് കിട്ടുക. ഇതിപ്പോ നമ്മൾ ഇവിടെ ഇല്ല, ഫുൾ ടൈം അവിടെ ഇവിടെ നടന്നുകൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് ഇതിന്റെ കിട്ടിയിട്ടില്ല. അച്ഛനമ്മയൊക്കെ സംസാരിക്കുമ്പോ തനി അവനൊക്കെ ചിലപ്പോ അതുപോലെ പനി വർത്താനം പറഞ്ഞോളൂ, കാരണം ഫുൾ ടൈം അവരുടെ കൂടെ അല്ലേ. ഇപ്പൊ നമ്മുടെ അടുത്തൊക്കെ മാറിക്കറ തന്തേന്നൊക്കെ പറയുമ്പോ നിങ്ങൾ അങ്ങനെയല്ലേ വിളിക്കുക തൃശ്ശൂരില് തന്തേന്നൊക്കെ പറഞ്ഞിട്ട്? തന്തപ്പിടി വയസ്സായവരൊക്കെ അങ്ങനെയാണ്. അപ്പോ ഭയങ്കര സന്തോഷമുണ്ട് സംസാരിക്കാൻ പറ്റിയതിൽ, നേരിട്ട് കാണാൻ പറ്റിയതിൽ. സംരംഭങ്ങളെല്ലാം കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഇനി ഒരുപാട് ഔട്ട്ലെറ്റ്സ് ഉണ്ടാവട്ടെ. ഇനി ഇപ്പൊ ഞാൻ ചിരിക്കുമ്പോ എന്റെ കുട്ടിക്കൊക്കെ ക്രിക്കറ്റ് ബാറ്റ് തരാൻ പറ്റും. അതില് ജെൻഡർ എന്താ പറയുക, ഇനീക്വാളിറ്റി ഒന്നും ഇല്ല, ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഒക്കെ. അല്ല അത് ഭയങ്കര ഇതല്ലേ. ഇപ്പൊ ആ വയനാട്ടിലത്തെ സജിത എന്ന് പറഞ്ഞ ആ സജന, അവര് ഒറ്റ 6 അടിച്ചിട്ടുള്ളോ ആ കളി ഒരു ഗോളിൽ 6 അടിച്ച് ജയിപ്പിച്ചു. ഇന്ത്യയിലത്തെ ഒരു എന്താ പറയുക, ഒരു മെയിൽ ക്രിക്കറ്റർക്ക് പോലും അത്ര കൈപ്പ് കിട്ടിയിട്ടില്ല. എവിടെ കിടക്കണ ഇത് വയനാട് എന്നൊക്കെ പറഞ്ഞാൽ ക്രിക്കറ്റിൽ അത്ര റിമോട്ടഡ് ഏരിയ, പക്ഷെ അവിടെ അവരൊരു ഐഡിയലായി. അവിടെ എത്ര അക്കാദമി, രാഹുൽ ദ്രാവിഡ് വരെ വന്നിട്ട് അവിടെ. ചേട്ടന് പഠിപ്പിക്കണം എന്ന് ഇങ്ങനെ ആഗ്രഹമുണ്ട്, അക്കാദമീസ് തുടങ്ങണം എന്ന് ആഗ്രഹമുണ്ട് ക്രിക്കറ്റിന്റെ? ഇതിന്റെ ബേസിക് ഒന്നും നമുക്ക് ഇനിയൊന്നും പഠിച്ചെടുക്കാൻ പറ്റില്ല. ഇതിന്റെ ബേസിക് ഭയങ്കര ടഫാ. ഇത് പാട്ട് പഠിക്കാൻ പോണ പോലെ, അത് 30ാമത്തെ വയസ്സിൽ പോയിട്ട് പാട്ട് പഠിക്കാൻ വേണ്ടി നടക്കാം. അതേപോലെ ഇത് ബേസിക് ഡ്രില്ല്, അക്കാദമി എന്ന് പറഞ്ഞ സാധനം നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത എക്സ്പെൻസ് ഒന്ന്. പിന്നെ നമുക്ക് ഇതിന്റെ കോച്ചും പരിപാടി അല്ലെ. എനിക്ക് ഇവനേതെങ്കിലും ക്യാമ്പിൽ വിടണം എന്നൊക്കെ ഉണ്ട്, അതവന് താല്പര്യം ഉണ്ടെങ്കിൽ. അല്ലാണ്ട് മറ്റേ പറഞ്ഞാൽ നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം, ഡോക്ടർ എഞ്ചിനീയർ എന്താ ചായ്ക്കോന്ന് പറഞ്ഞ പോലെ നിനക്ക് പോണെങ്കിൽ പോവാ, തരും, അതാ വഴിക്ക് വരുള്ളൂ, വേറെ എങ്ങോട്ട് പോവില്ല. അത് അതാണ് നിക്കുന്നത്. അപ്പോ അടിപൊളിയായിട്ട് ലൈഫ് ഇപ്പോ ഉള്ള ഒരു പാരന്റോട് എൻജോയ് ചെയ്യുന്ന പോലെ
ഇനിയും കുറെ കുട്ടികളൊക്കെ ആയിട്ട് നമുക്ക് ഇന്റർവ്യൂസ് ഒക്കെ വന്നെടുക്കാം. ഇതിന്റെ ഹാങ് ഓവർ ഒന്നും വിടട്ടെ. വിടട്ടെ. എന്നാലും എത്ര കുട്ടികൾ വേണമെന്നൊരു ആഗ്രഹമുണ്ട് അതെ. നിങ്ങക്ക്? 2 വേണമെന്നുണ്ടായിരുന്നു, ഇതായപ്പോ മതി. ഇത് കുറച്ച് ദിവസം അതിന്റെ ഹാങ് ഓവർ പിടിക്കും. ചോദിക്കണവർക്ക് അടുത്തേക്ക് വേണമെങ്കിൽ പറയാം, നമുക്ക് ഇവന്റെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് നമുക്ക് മിസ് ആവുന്നോണ്ടാണ് അടുത്തത് ലേറ്റ് ആക്കണമെന്നൊക്കെ ഉറങ്ങണം. അതുകൊണ്ടാണ്. വേണമെങ്കിൽ 2 കൊല്ലം ഉറങ്ങണം. അപ്പോ താങ്ക് യു സോ മച്ച് നമ്മുടെ അടുത്ത് Okay. കുറച്ച് സമയം സ്പെൻഡ് ചെയ്തതിന്. ഇനിയും ഒരുപാട് വീഡിയോസ് നമ്മൾ പ്രതീക്ഷിക്കുന്നു. Okay. നമ്മള് കുറെ മിസ് ചെയ്തിട്ടുണ്ട് വീഡിയോസ്. അപ്പൊ വീഡിയോസ് ഇനിയും നല്ലപോലെ ഇടുക. കുറെ നമുക്ക് ചിരിക്കാൻ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. Thank you. Okay, ശരി.